സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായത്, ടി സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ വയനാട്ടിലെ ജനങ്ങളെല്ലാവരും സ്നേഹപ്രവാഹം കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വിജയിപ്പിച്ചു വിട്ടൊരു മനുഷ്യൻ ആ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിരുന്ന, തണുപ്പോ വെയിലോ ചൂടോ മഴയോ മഞ്ഞോ ഒന്നും ഒരു കാര്യമാക്കാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ ദുരന്തമുണ്ടായ ദുരന്ത മുഖത്ത് നിന്ന് എല്ലാ രീതിയിലും എല്ലാവരെയും സഹായിച്ച ഒരു മനുഷ്യനായിരുന്നു ടി സിദ്ദിഖ് എന്നാണ് ശ്രീകണ്ഠൻ നായർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ടി സിദ്ദിഖ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയുണ്ടായ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അതായത് വെറും 4000 വോട്ടുകൾക്ക് മാത്രം തോറ്റുകൊണ്ടിരുന്ന ടി സിദ്ദിഖ് പെട്ടെന്ന് ഈ പറയുന്ന ഒരു ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് 2026 ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് 40,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. എങ്ങനെയാണ് വിജയിച്ചത്? ചൂരൽമലയിലെ അടക്കമുള്ള ആളുകളുടെ വോട്ട് കിട്ടിയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. കാരണം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ അത്രമാത്രമാണ്. കാരണം വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായത് തന്നെ ഈ പറയുന്ന ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണെന്നാണ് ഇന്ന് മാധ്യമലോകം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചർച്ചകളൊന്നുമില്ല. ഈ പറയുന്ന UDF പിരിച്ച ഫണ്ടിന്റെ ചർച്ചകളൊന്നുമില്ല. ഈ പറയുന്ന ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ ചെയ്തു കൊടുത്തിരിക്കുന്ന നല്ല കാര്യങ്ങളെ പറ്റി മാത്രമേ മാധ്യമങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഇത്രയും നല്ല മര്യാദയുള്ള ഇത്രയും നല്ല മാധ്യമ പ്രവർത്തകരായിരുന്നോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. എന്തൊരു ഐക്യം, എന്തൊരു ഒത്തൊരുമ, എന്തൊരു എന്തൊരു സഹകരണ മനോഭാവം, എന്തൊരു സഹായ മനോഭാവം, സഹാനുഭൂതി എന്നൊക്കെ എനിക്ക് തോന്നിപ്പോവുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യത്തെ പറയുകയുണ്ടായി. വയനാട്ടിലെ വീടുകളെല്ലാം വെച്ച് നൽകിയത്, അല്ലെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ പുതിയ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകിയത് ടി സിദ്ദിഖും അതേപോലെയുള്ള ആളുകളുമൊക്കെയാണ് നമ്മൾ പറയുകയുണ്ടായി. ആ കാര്യം പറയുന്ന സമയത്ത് പല ആളുകളും പറയുകയുണ്ട്, ഇങ്ങനെ എന്താ പറയുക, സൗമ്യമായിട്ട് ഇങ്ങനെ കളിയാക്കരുത്, ഇങ്ങനെ ഊക്കരുത്, ഊക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമന്റ് ഇടുകയുണ്ടായി. ഞാൻ ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് കേട്ടോ. യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ രാജനൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്നേ. കെ റഫീഖിനെ പോലെയുള്ള ആളുകളൊന്നും അവിടെ ചെയ്തിട്ടില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു പാർട്ടിയും ഒന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാനും ഇത് കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ടി സിദ്ദിഖ് അടങ്ങുന്ന ആളുകൾ അവിടെ എല്ലാം ചെയ്തു എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയുന്ന അന്തം കമ്മികളും അല്ലെങ്കിൽ അന്തം കൊങ്ങികളും അന്തം സംഖ്യകളും ഒക്കെ കാണും. ആ കൂട്ടത്തിലൊന്നും എന്നെ കൂട്ടാൻ നിങ്ങൾ നോക്കണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതിന് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ രാജൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജൻ, ആ സ്ഥലത്ത് പോകുന്ന സമയത്ത് സയന എന്ന് പറയുന്ന ഒരു അമ്മ അദ്ദേഹത്തിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ജയിക്കുമ്പോൾ എൻ്റെ മക്കളെ ഒന്ന് കാണാനായിട്ട് ഇവിടേക്ക് വരണമെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. ഈ ഒരു കാര്യത്തിനെ സ്മൃതി പരുത്തിക്കാടെന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു അവതാരിക, റിപ്പോർട്ട് ചാനലിന്റെ ഒരു അവതാരികയാണ്. പുള്ളിക്കാരി ഇരുന്ന് മെഴുകിയത് എങ്ങനെയാണ്, ഈ പറയുന്ന പിണറായി വിജയന്റെ പാർട്ടിയിലുള്ള ആളുകൾ പോകുന്നിടത്തെല്ലാം വയനാട്ടിലെ ഈ പറയുന്ന ദുരന്ത ബാധിതരെ PR വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തുകൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണോ നിർത്തിയിരുന്നത്? അവരവരുടെ മക്കളെ നഷ്ടപ്പെട്ട സമയത്ത് അവരെ ചേർത്ത് പിടിച്ച ആളുകളെ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്നാണ്. ആ സൈന എന്ന് പറയുന്ന ആ അമ്മ തന്നെ പറയുകയുണ്ടായി, നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട എന്നുള്ളത്. അങ്ങനെ സ്വന്തമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളുകളെന്ന് അവർക്ക് തോന്നിയ ആളുകളുടെ ഒപ്പം അവർ വന്ന് നിന്നപ്പോൾ അതൊരു PR ടീമായി. അതിനുശേഷം ഈ പറയുന്ന രാജൻ മന്ത്രിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന വയനാട്ടിലെ ജനങ്ങളെ പറ്റി നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ടി സിദ്ദിഖിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ടി സിദ്ദിഖ് പറഞ്ഞൊരു കാര്യം, അതായത് ഞാൻ അവിടെ കയറുന്ന സമയത്ത് കൂകി വിളിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ രാജൻ മന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മന്ത്രി ഇത് ശരിയായിട്ടുള്ള പ്രവണതയല്ല, നിങ്ങളുടെ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ PR ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് രാജൻ മിനിസ്റ്റർ ജസ്റ്റ് ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ആ ചിരി എനിക്കെല്ലാം അറിയാമായിരുന്നു, രാഷ്ട്രീയ കളിയാണ്. ആ ഒരു ചിരി കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കൂവിവിളി കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും അധികം വോട്ട് കിട്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചതെന്നൊക്കെ ടി സിദ്ദിഖ് മെഴുകുന്ന നമ്മൾ കണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ രാജൻ മന്ത്രിയുടെയും കെ റഫീഖിനെയും അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ന് ടി സിദ്ദിഖിനെ ചേർത്ത് പിടിക്കാനായിട്ട് വയനാട്ടിലെ കുറച്ച് കുട്ടികൾ വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളെ സഹായിച്ച ആൾ ഇന്ന് മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ കോളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് ബാക്കി വീഡിയോയിലേക്ക് പോവാം. സൈലന്റ് റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാരഥികളാണ്. കുറെ പേര് ഓൾറെഡി പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടി ചുരമല ഉള്ളതേ. ഇതൊക്കെ പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അത് ബാക്കിയുള്ളത് അറിയില്ല.
ഇത് വലിയ കോമഡിയാണ് കേട്ടോ. അതായത് ആ ഒരു വീഡിയോ കോളിൽ അവർ മിണ്ടുന്നുണ്ടോയെന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കാണിച്ചത് കൊണ്ടല്ല, അല്ലാതെ ആ വീഡിയോയിലൊന്നും കേൾക്കാനില്ല. ഇതിൽ ഒരുപാട് ആളുകളുടെ കമൻറ്റുകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കമൻറ്റുകളിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: "നന്ദി ഇക്ക ഒന്നും ചെയ്യാതെ ഇരുന്നതിന്. ഇയാൾ എന്താണ് ചേർത്ത് പിടിച്ചത്? മൂത്രമൊഴിക്കുമ്പോൾ" അത് പറയാൻ കൊള്ളില്ല, ഞാൻ പറയുന്നില്ല. "5 സ്റ്റാർ ഇക്ക. ഫണ്ടും വീടും അവിടെ നിൽക്കട്ടെ. ഞാൻ ഉസ്മാന് പഠിക്കട്ടെ. നന്ദി 5 സ്റ്റാർ ഇക്ക. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. തള്ള് വിട്ടാൽ മതി. തള്ള് തള്ള്. എന്നാലും എൻ്റെ സിദ്ദിഖിക്ക, എങ്ങനെ നിങ്ങൾ ജയിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല. ശരി മക്കളെ, ഇനി ഞാൻ എല്ലാ വാഗ്ദാനങ്ങളും ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും എന്നെ ജയിപ്പിക്കണം. ഈറ്റ് 5 സ്റ്റാർ, ബി ലൈക്ക് ഇക്ക, 5 സ്റ്റാർ മന്ത്രി." ഇതുപോലെ നല്ല വാർത്തകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടർ TV എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു, അതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെന്ന് പറയുമ്പോൾ 144 കമൻറ്റുകളാണുള്ളത്. ഈ 144 കമൻറ്റുകളിലും സിദ്ദിഖ് ഒന്നും ചെയ്യാതെയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത 5 സ്റ്റാർ സിദ്ദിഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ 5 സ്റ്റാർ എന്ന് പറയുന്നത്? 5 സ്റ്റാർ എന്ന് പറയുന്നത് ആ ഒരു സ്വീറ്റ്സ്, ആ ഒരു മിഠായിയുടെ പരസ്യത്തിൽ നമുക്കറിയാം, ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒരു അമ്മയുടെ മുകളിലേക്ക് എന്തോ ഒരു സാധനം വന്ന് വീഴാൻ പോകുന്ന സമയത്ത് ആ പിള്ളേർ ഒന്നും ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെയും അവർ രക്ഷപ്പെട്ടു പോവുകയാണ്. അവർ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ സാധനം എടുക്കാൻ പോയത് കൊണ്ട് തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ചക്ക വീണു മുയൽ ചത്തു എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അവിടെ സിദ്ദിഖ് വിജയിച്ചിരിക്കുകയാണ്. വർഗീയതയുടെയോ ജാതീയതയുടെയോ എന്തൊക്കെയോ അതിർവരമ്പുകളിൽ കൂടി അദ്ദേഹം ജയിച്ചു വന്നിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിച്ച് പറയില്ല. കാരണം ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കുറേ നല്ല ആളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം സിദ്ദിഖ് തന്നെ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ വയനാട് ചൂരൽമലയിലെ 239 പേരും ബാക്കി മറ്റ് മേഖലകളിൽ വരുന്ന 200ഓളം പേരും ഒക്കെയാണ് തനിക്ക് വോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കണക്കുകൾ സിദ്ദിഖിന്റെ പക്കലുണ്ടായിരുന്നു. സിദ്ദിഖ് അത് പുറത്തു വിടുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരെയും ഒന്നടങ്കം നന്ദി കെട്ടവരെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ കുറച്ച് ആളുകളെ മാത്രം നമ്മൾ പറയുന്നതായിരിക്കും. ഞാൻ എസ്പെഷ്യലി വയനാട്ടിലെ വിഷയം മാത്രമാണ് കേട്ടോ പറയുന്നത്. കാരണം ഒന്നും ചെയ്യാത്ത ഒരാളിനെ എങ്ങനെയാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാതെയും ഇങ്ങനെ ഇലക്ഷന് വിജയിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ്. ഇത് ഞാൻ മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ വല്ല കമ്മിയോ സംഖ്യയോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ പറയും എനിക്ക് മാത്രമേ സംശയമുള്ളൂ എന്നുള്ളത്. ഈ ഒരു വീഡിയോയിൽ 144 കമന്റുകൾ വന്നിരിക്കുന്നതിൽ ഒന്നിൽ പോലും ആരും ഒന്നും പോസിറ്റീവായിട്ട് പറയുന്നില്ല. എല്ലാ ആളുകളും പറയുന്നത് ഒന്നും ചെയ്യാത്ത സിദ്ദിഖ് എന്നാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം? ഞാനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അതായത് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകളെ ഒന്നും ചെയ്യാത്തവരുടെ ലിസ്റ്റിലും ഒന്നും ചെയ്യാത്ത ആളുകളെ എല്ലാം ചെയ്തവരുടെ ലിസ്റ്റിലുമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ നാട്ടിലെ വൃത്തികെട്ട ജനങ്ങളുടെ കാര്യം എന്തൊരവസ്ഥയാണല്ലേ? ഇനിയും 5 വർഷം ഇദ്ദേഹം തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ. ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും ഈ ചെയ്ത ആളിനെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ പിള്ളേരെ ഒരു 6-7 പേരെ ഒരുമിച്ചൊരു വീഡിയോ കോളൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും എടുത്തിട്ടിട്ട് അദ്ദേഹം സംസാരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡും എടുത്ത് വെച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കളിക്കുന്ന എന്തൊരു വൃത്തികെട്ട കളിയാണല്ലേ? എല്ലാം പോകും ഈ റിപ്പോർട്ടർ ചാനലിൽ. UDFിൻ്റെ ആണെങ്കിൽ UDFിനെ താങ്ങും, LDFിൻ്റെ ആണെങ്കിൽ LDFിനെ താങ്ങും, BJP ആണെങ്കിൽ BJPയെ താങ്ങും, ആം ആദ്മി ആണെങ്കിൽ അതിനെ താങ്ങും, എല്ലാം താങ്ങും. എല്ലാം കൂടി കൊണ്ടുപോകണ്ടേ? TRP വാല്യൂ കൂട്ടണ്ടേ? വീട്ടിൽ അരിയും സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? അതിനുവേണ്ടി എല്ലാവരെയും താങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ്. ഇടയ്ക്ക് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന തുറന്നടിക്കുന്നൊരു നല്ല മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു. എന്നാൽ പിന്നീട് UDF വന്നതോടുകൂടി, അല്ലെങ്കിൽ UDFിൻ്റെ പല ആളുകളും വന്നതോടുകൂടിയും LDFിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതോടുകൂടിയും ചാനൽ മറ്റാർക്കോ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ജനം TV അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ നമ്മൾ എടുത്തു പറയണം. ഇങ്ങനെ വൃത്തികെട്ട മാധ്യമ പാപ്പരാസികളെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം അല്ലേ? നല്ലത് പറയുന്ന, നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്ന, മോശം കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്ന് പറയുന്ന അങ്ങനെയുള്ള അവതാരകരായിരിക്കും വേണ്ടത്. അതായത് ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള മനുഷ്യരൊക്കെയാണ് വേണ്ടത്. അദ്ദേഹവും നമ്മൾ പറയുന്നത് പോലെ തന്നെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയും. ആരെയും പ്രീതിപ്പെടുത്താനായിട്ടും സ്വന്തം വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും ഒന്നും അനീതിയുടെ കൂടെ നിൽക്കാതിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ചാനലുകളും ഇതേപോലെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അദ്ദേഹം മാത്രം വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടി കാണിക്കാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തത് ആരായിരുന്നുവെന്നും അവരുടെയൊക്കെ തലവൻ ആരായിരുന്നുവെന്നും കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നുവെന്നും ഉള്ളത് നല്ല ഒരു ശതമാനം ജനങ്ങൾക്കും അറിയാം. അവരെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്.
എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ജയിപ്പിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ഇടതുപക്ഷം ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി. എല്ലാ തവണയും പിണറായി വിജയൻ അടക്കമുള്ള ആളുകളോട് ഞാൻ പറയുകയാണ്, ചുമ്മാ ഒരു ചിരി, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു ആഹാരത്തിന് മുൻപും ശേഷവും ഒക്കെ ആയിട്ട് ഒരു ചിരി ചിരിച്ചാൽ മതി. വികസനങ്ങൾ എന്ന് പറയുന്ന സാധനം അങ്ങേ അറ്റത്തും നിങ്ങളുടെ ചിരി ഇങ്ങേറ്റവും അറ്റത്തുമാണ് നിൽക്കുന്നത്. ആ ചിരി മാത്രം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഈ നാട്ടിൽ LDFന് വലിയ രീതിയിൽ വൻ ഭൂരിപക്ഷത്തിൽ 200 സീറ്റുകളുടെ മുകളിൽ വിജയിക്കാനായിട്ട്. ആ ചിരി ഇല്ലാതെ പോയതാണ് നിങ്ങളുടെ തെറ്റ്. ആ ചിരി നിങ്ങളെ ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞതുമാണ് നിങ്ങളുടെ തെറ്റ്. ഓക്കെ, എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ശരി.